കൗൺസിലിംഗ് എന്ന് പറയുന്നത് മനുഷ്യന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രീയ ശാഖയാണ്. കൗൺസിലിംഗിൽ ഒരു വ്യക്തിയുടെ, അതായത് ക്ലയന്റിന്റെ ഉള്ളിലുള്ള അവളുടെ തന്നെ കഴിവുകളെ എൻഹാൻസ് ചെയ്ത് ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആ വ്യക്തിയെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഈ കൗൺസിലിംഗിൽ നമ്മൾ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ കൂടി ഉൾപ്പെടുത്താറുണ്ട്. ഗൈഡൻസിൽ നമ്മൾ കൃത്യമായിട്ട് ഇന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇന്ന കാര്യത്തിലേക്ക് എത്താമെന്നുള്ള ഒരു ഡയറക്ഷൻസ് കൊടുക്കാറുണ്ട്. അതൊരു ഹെൽപ്പിംഗ് പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ പ്യുവറായിട്ടുള്ള കൗൺസിലിംഗിൽ ഗൈഡൻസ് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഗൈഡൻസ് കൊടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ കൗൺസിലർ തൻ്റെ അനുഭവങ്ങളോ അതല്ലെങ്കിൽ കഥകളോ അതല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോ ഒക്കെ പറഞ്ഞായിരിക്കും ഈ ഗൈഡൻസ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കൗൺസിലിംഗിൽ തെറാപ്പികൾ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് തെറാപ്പികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അംഗീകാരമുള്ള വ്യക്തികളാണ് തെറാപ്പികൾ ചെയ്യുക. തെറാപ്പികൾ കുറച്ചുകൂടി ഇന്റൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് തോട്ട് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, ഞാൻ ഉദാഹരണമാണ് പറയുന്നത്, തോട്ട് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ആ തോട്ട് പ്രോസസ്സിനെ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് ആ സൈക്കോളജിക്കൽ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള ഒരു അവസരം ഒരുക്കുന്ന ഒരു പ്രക്രിയ, അതിനെ തെറാപ്പി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ധാരാളമായിട്ടുള്ള തെറാപ്പികൾ പഠിച്ചിരിക്കുന്ന വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. കൗൺസിലേഴ്സ് തന്നെ തെറാപ്പികൾ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടത്തുമ്പോൾ, അതായത് ഒരു വ്യക്തിയുടെ പ്രശ്നം എന്താണെന്ന് പഠിച്ചു കഴിയുമ്പോൾ, കൗൺസിലർ തന്നെ ആ ഒരു പ്രോസസ്സിലൂടെ വ്യക്തിയെ കടത്തിവിട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ പ്രശ്നം ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള മാനസിക പ്രശ്നമാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ ലഘുവായിട്ടുള്ളത് ആയിരിക്കും. സീരിയസ് ആയിട്ടുള്ള ഒരു മാനസിക പ്രശ്നമാണെങ്കിൽ ആ വ്യക്തിക്ക് മെഡിസിൻ കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഒരു സൈക്കാട്രിസ്റ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കൗൺസിലറിന്റെ അടുത്ത് ഒരു വ്യക്തി പോകുമ്പോൾ ആ കൗൺസിലർക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഈ വ്യക്തി എന്ത് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിൽ മാത്രമേ ആ കൗൺസിലർക്ക് കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മെഡിക്കേഷനിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള ഗൈഡൻസ് കൊടുക്കുന്നതിനുമൊക്കെ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ന് ലോകത്ത് ധാരാളമായിട്ടുള്ള തെറാപ്യൂട്ടിക് ടെക്നിക്കുകൾ ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, ഹിപ്നോതെറാപ്പി, EFT തെറാപ്യൂട്ടിക് ടെക്നിക്കുകൾ, ട്രാൻസാക്ഷൻ അനാലിസിസ് ടെക്നിക്സ്, അതോടൊപ്പം തന്നെ TCI, തീം സെന്റേർഡ് ഇന്ററാക്ഷൻ ടെക്നിക്കുകൾ, ഇങ്ങനെയുള്ള ധാരാളമായിട്ടുള്ള ടെക്നിക്കുകൾ ഉണ്ട്. ഈ ടെക്നിക്കുകളൊക്കെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ചില ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഒരു കൗൺസിലർ എന്ന് പറയുന്ന വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിരിക്കണം? ഏറ്റവും പ്രധാനമായിട്ടും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തി ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതോടൊപ്പം തന്നെ MPhil, PhD ഇങ്ങനെയൊക്കെയുള്ള ഡിഗ്രികളിലൂടെയാണല്ലോ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവുക. അത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യം. അതോടൊപ്പം തന്നെ ഒരു കൗൺസിലർ ഒരു പ്ലംബറെ പോലെ ആയിരിക്കണമെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലംബിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടെക്നീഷ്യൻ വന്നു കഴിയുമ്പോൾ, ഒരു വ്യക്തി വന്നു കഴിയുമ്പോൾ അയാളുടെ കയ്യിൽ കട്ടർ ഉണ്ടാവണം, ഗം ഉണ്ടാവണം, അല്ലെങ്കിൽ സ്പാനർ ഉണ്ടാവണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കൗൺസിലർ തീർച്ചയായിട്ടും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ പഠിച്ചാൽ ആ വ്യക്തിക്ക് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യേണ്ടത്, എവിടെയാണ് ടച്ച് ചെയ്യേണ്ടത്, എവിടെയാണ് ഹിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു നോളേജ് ഉള്ള ഒരു വ്യക്തിക്കാണ് വളരെ ഭംഗിയായിട്ട് കൗൺസിലിംഗ് പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ പല ഘട്ടങ്ങളിലായിട്ട് ഗൈഡൻസിന്റെ ആവശ്യം വരാം, പ്യുവർ ആയിട്ടുള്ള കൗൺസിലിംഗ് പ്രോസസ്സിന്റെ ആവശ്യങ്ങൾ വരാം, ചില സമയത്ത് തെറാപ്പികളുടെ ആവശ്യം വരാം, കൗൺസിലർ തന്നെ സജസ്റ്റ് ചെയ്ത് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് വിടുന്ന സാഹചര്യങ്ങൾ വരാം. അപ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടി ആകെത്തുകയായിട്ടാണ് ഒരു വ്യക്തിയുടെ വെൽബീയിങ്, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതും ആ വ്യക്തിക്ക് വെൽബീയിങ് ഉണ്ടാവുന്നതും.